ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. എല്ലാ തവണ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു കീഴ്വഴക്കം പോലെ പറഞ്ഞു പോകുന്നതല്ല. കാരണം നമ്മളുടെ ഈ ചാനലിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആരുമില്ലാത്തവർക്ക് ഒരു ആശ്രയം എന്നുള്ള ബേസ്മെൻറ്റിലേക്ക്, ഒരു അത്താണി എന്നുള്ള രീതിയിലേക്ക് അതിൽ നിന്ന് കെട്ടിപ്പടുക്കുവാനായിട്ട് ആ ഒരു എന്താ പറയുക ഉദ്ദേശ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ട്രാവൽ വിത്ത് സുനു ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അത്തരത്തിലൊന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഞാൻ വളരെയേറെ നമ്മുടെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നേരിടുന്ന മൂല്യച്യുതികൾ ഒരു പരിധി വിട്ട് അതിൻ്റെ അപ്പുറത്തേക്കും കടന്നു പോകുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സവിശേഷതയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അത് എല്ലാ മേഖലകളിലും, അത് രാഷ്ട്രീയമാണെങ്കിലും കലയാണെങ്കിലും സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ഡേ ടു ഡേ ലൈഫിലുള്ള എല്ലാ സംഗതികളിലും നമുക്ക് നോക്കിയാൽ നമ്മുടെ ഈ സാമൂഹികപരമായിട്ടുള്ള മനുഷ്യൻ്റെ ആ മൂല്യങ്ങൾക്കുള്ള ഒരു എന്താ പറയുക താഴ്ച അല്ലെങ്കിൽ മൂല്യച്യുതി നമുക്ക് എവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അത് എസ്പെഷ്യലി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഇന്നത്തെ യുവ തലമുറയെ നമ്മളൊന്ന് വാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോട്ട് ചെയ്യുമ്പോൾ അവരുടെ ഓരോ പ്രവർത്തികളും ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പണ്ടത്തെ ഒരു കാലഘട്ടം പോലെ അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ യുവതലമുറ കണ്ടമാനമായിട്ട് അവരുടെ സ്വഭാവങ്ങളിലൊക്കെ ധാരാളം മാറ്റം വന്നിരിക്കുന്നു. പല രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളും സ്വഭാവ വൈചിത്ര്യങ്ങളുമൊക്കെയാണ് നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ പണ്ടൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ലെസ്ബിയന്, ഗേയ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും ആൾക്കാർക്കൊന്നും അറിയില്ല. ഇപ്പോഴത് കോമൺ ആയിട്ട് സംഭവമാണ്. ഒരു പങ്കാളിയാണെങ്കിൽ സ്ത്രീക്ക് സ്ത്രീ പങ്കാളിയുമായിട്ടും പുരുഷന് പുരുഷ പങ്കാളിയുമായിട്ടും ജീവിക്കുവാനും, അത് തന്നെയല്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അഡ്വക്കേറ്റിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അവർക്ക് ഒരേ സമയം 2 പങ്കാളികളാണുള്ളത്. ഒരു സ്ത്രീ പങ്കാളിയുമുണ്ട്, ഒരു പുരുഷ പങ്കാളിയുമുണ്ട്. അവർ അത്തരത്തിലൊക്കെയുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അത് തന്നെയുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അനുസരിച്ചിട്ട് ഞാൻ ഒരു അഡ്വക്കേറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എൻ്റെ സ്നേഹിത മൂവാറ്റുപുഴയിൽ എൻറോൾ ചെയ്യുന്നത് ഞാൻ അവരുമായി സംസാരിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ തന്നെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്കറിയാം, പ്രായപൂർത്തിയായ ഏത് പുരുഷനും സ്ത്രീക്കും പരസ്പര കൺസെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എവിടെ പോയിട്ട് വേണമെങ്കിൽ അവർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള സെക്സ് എൻജോയ് ചെയ്യാനുള്ള ഒരു നിയമം നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് അതിനെ ധാരാളം ആളുകൾ കണ്ടമാനമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്ന കാര്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അതേക്കുറിച്ചല്ല. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊക്കെ പബ്ലിക് പ്ലേസിൽ പബ്ലിക് ന്യൂസൻസ് കണ്ടുവരാറുണ്ട്. അത് കൂടുതലായിട്ട് കൗമാരം കഴിഞ്ഞിട്ട് യൗവനത്തിലേക്ക് എത്തിയ ഈ ആളുകളും അതിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ഒക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ചിലരൊക്കെ ബസ്സുകളിലും മറ്റ് ട്രെയിനിലൊക്കെ ഇരുന്ന് നഗ്നതാ പ്രദർശനങ്ങളൊക്കെ കാണിക്കുകയും അതിനെതിരെ അവർക്ക് നടപടിയെടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇതോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് നമ്മുടെ പൊതുഗതാഗതത്തിൽ നമ്മൾ ട്രെയിനിൻ്റെ കാര്യം വിട്ടുകളയുക, നമ്മൾ ബസ് നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹം കൂടുതലായിട്ട് ആശ്രയിക്കുന്നതാണ് നമ്മുടെ KSRTC, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. നമ്മുടെ ഗണേഷ് കുമാർ സാറാണ് അതിൻ്റെ മന്ത്രി. അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണോ ഇത്തരത്തിലുള്ള ഈ ലൈംഗിക ചേഷ്ടകൾ, ലൈംഗിക വികാര പ്രകടനങ്ങൾ, ഇത്തരത്തിലുള്ള ഓപ്പൺ ആയിട്ടുള്ള സെക്സ് മിക്കവാറുമൊക്കെ ഈ KSRTC ബസ്സുകളിൽ സംഭവിക്കുന്നത് ഒരു തവണയല്ല പല തവണ എനിക്കത് കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് ചില സമയത്തൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം വളരെ കാര്യങ്ങൾ KSRTCയുടെ കാര്യങ്ങളിൽ ധാരാളം പുതിയ നൂതനമായ പല ആശയങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നൂതനമായിട്ടുള്ള പല സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പല പരിഷ്കാരങ്ങളും അത് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരത്തിൽപ്പെട്ട ഒന്നാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം പല തവണ യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മുടെ KSRTC ബസ്സിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും അത് തന്നെയല്ല കൗമാരപ്രായമുള്ള കുട്ടികൾ, നമ്മളെ ചെറിയ 18, 16, 17 വയസ്സുള്ള കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ
KSRTC ബസ്സിൽ ഇരുന്നിട്ട് വിജനമായ ബസ് അല്ലെങ്കിൽ വിജനമായ സ്ഥലങ്ങളിൽ കൂടി ഓടുന്ന ബസ്സുകൾ അല്ലെങ്കിൽ ഉച്ച സമയത്തുള്ള റൂട്ടിൽ ആളുകൾ കുറവുള്ള സമയത്തുള്ള ബസ്സുകളിൽ ഇരുന്നിട്ട് പലതരത്തിലുള്ള ലൈംഗിക വികാര പ്രകടനങ്ങൾ ഇവർ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പുതിയൊരു അത്തരത്തിൽ ചെയ്യാമെന്ന് പുതിയ ഭരണപരിഷ്കാരമാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള പ്രകടനങ്ങളാണ്. കാരണം ആ ബസ്സിൽ കണ്ടക്ടറുണ്ട്, ഡ്രൈവറുണ്ട്, പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് ഇടപെടാവുന്നതിന് പരിമിതികളുമുണ്ട്. കാരണം അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ആ ബസ്സിലെ കണ്ടക്ടറാണ്, ആ ബസ്സിലെ ഡ്രൈവറാണ്. അവരാണ് ഇടപെടുകയും അവരാണ് അവരെ ആ സമയത്ത് വിലക്കുകയും അത്തരത്തിലുള്ള നടപടികളൊക്കെ അല്ലെങ്കിൽ നേരെ പോയി പോലീസ് സ്റ്റേഷനിലൂടെ ഇത്തരത്തിലുള്ള പബ്ലിക് ന്യൂസൻസ് ചെയ്യുന്നത് ആരാണെന്നുണ്ടെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് റെസ്പോൺസിബിലിറ്റി അവർക്കാണ് ഉള്ളത്. പണ്ടൊക്കെ നമുക്ക് ഈ പാർക്കുകളിലും ഇപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല പല ബീച്ചുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ കമിതാക്കളിരുന്ന് സ്നേഹിക്കുകയും പ്രേമിക്കുകയും വികാര പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചേഷ്ടകളിലൊക്കെ ഏർപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പണ്ടൊക്കെ അതിനൊരു മറവുണ്ടായിരുന്നു. എറണാകുളത്ത് സുഭാഷ് പാർക്കിലേക്ക് പോയാൽ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ മറവിലിരുന്ന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കുട ചൂടി ആ കുടയുടെ മറവിലിരുന്നിട്ടായിരുന്നു അവരെ പരസ്പരം ചുംബിക്കുക അല്ലെങ്കിൽ അവർ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിലും റൊമാൻസ് പങ്കുവയ്ക്കുക, ശാരീരികമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ചില എൻജോയ്മെൻറ്റിലേക്ക് അവർ ഏർപ്പെടുന്നതിന് ഒരു ചെറിയ മറവിൻ്റെ ബേസിസിലാണ് അവരത് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ സുഭാഷ് പാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ബീച്ചുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആണും പെണ്ണും പരസ്പരം നമുക്ക് ആർക്കും ഇടപെടാനായിട്ട് സാധിക്കത്തില്ല. അവർ പറയുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ആരോട് പറഞ്ഞു എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനായിട്ട്? നമ്മൾ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടാൽ നമ്മൾ ഇടപെടുന്ന ആളുകൾ തൂങ്ങുന്ന രീതിയിലേക്കല്ല, അവർ കുറ്റക്കാരാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പല ആളുകളും ഒന്നും സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ ചെയ്യാതെ അവരുടെ പാടായി അവർ കാണിക്കുകയോ കാണിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ മക്കളല്ലല്ലോ, അവരുടെ മക്കളല്ലേ, അവൾ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് അവൻ്റെ കൂടെ പോയി ഇന്ന് അവിടെ പോയിരുന്നു, നാളെ വേറെ സ്ഥലത്ത് പോയിരുന്നു, നാളെ തന്നെ ഒരു റൂം എടുത്ത് അതിനുശേഷം ഗർഭിണിയായി മറ്റു കാര്യങ്ങളായി ആത്മഹത്യയായി കാര്യങ്ങളായി ജീവിതം കുട്ടിച്ചോറായി പോകുന്നത് അവരെ അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ കണ്ട് പല മാതാപിതാക്കളും പല മുതിർന്നവരും കണ്ണടക്കുകയാണ് ചെയ്തത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെട്ടത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് ആരും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് ഇടപെടാതിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇത് പറയാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂത്താട്ടുകുളത്തുനിന്ന് വൈക്കത്തുള്ള യാത്രാമധ്യയിൽ സംഭവിച്ച ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും അതിന് ആ വണ്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള കണ്ടക്ടർ എടുത്ത നിലപാടുകളും നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. നമ്മുടെ കൂത്താട്ടുകുളത്ത് നിന്ന് വൈക്കത്തേക്കുള്ള വൈക്കം ബസ്സിലാണ് ഞാൻ കയറിയത്. കൂത്താട്ടുകുളം KSRTC ഡിപ്പോയിൽ നിന്ന് ഏകദേശം 2 മണിക്ക് എടുത്ത ബസ്സാണ്. ആ 2 മണിയുള്ള ബസ്സിൽ ഞാൻ ഇടയ്ക്ക് വെച്ചാണ് കയറിയത്. ഇടയ്ക്ക് വെച്ചെന്ന് വെച്ചാൽ അത് KSRTC കഴിഞ്ഞിട്ട് അല്പം ഒരു 4-ാമത്തെ സ്റ്റോപ്പിൽ നിന്നാണ് ഞാൻ കയറിയത്. അവിടെ നിന്ന് കയറി എനിക്ക് യാത്ര ചെയ്യേണ്ടത് പിന്നെ പെരുവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു എനിക്ക് യാത്ര ചെയ്യേണ്ടത്. ഞാൻ ആ ബസ്സിൽ കയറി അധികം ആളുകളൊന്നുമില്ല, ഒരു 5-6 പേര് 6-8 പേര് ആൾക്കാർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ബാക്ക് സൈഡിൽ ഒരു ചെറുപ്പക്കാരിയും ഇരിപ്പുണ്ട്. ചെറുപ്പക്കാരന് ഒരു 21 വയസ്സിനോട് അടുത്ത് പ്രായം കാണും. ചെറുപ്പക്കാരിക്ക് ഒരു 19-20 വയസ്സുള്ള ഒരു കുട്ടിയാണ്, വെളുത്ത കുട്ടിയാണ്. ഞാൻ അവരുടെ ഫോട്ടോയൊന്നും ഞാൻ ഇവിടെ ഇടുന്നില്ല. കാരണം നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രചാരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന് യാതൊന്നും സംഭവിക്കാറില്ല. നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്കാണ് എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഇട്ടത് കാണിക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ആരെയും നമ്മൾ തേജോവധം ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം. ഇത് അവയർനെസ് ഉണ്ടാക്കുക, പബ്ലിക്കിലേക്ക് മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരിലേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്ന് അറിയിക്കുക. അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. KL 157917 അതാണ് തോന്നുന്നുണ്ട് എൻ്റെ ധാരണ, ആ ബസ്സിൻ്റെ നമ്പർ. അതിലൊരു കണ്ടക്ടർ സ്ത്രീ കണ്ടക്ടറായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ ഒരു ചെറുക്കനും പെണ്ണും, അതായത് ഒരു യുവാവും യുവതിയും ഇരുന്നു. അവർ പല പിന്നെ വികാര പ്രകടനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. കെട്ടിപ്പിടിക്കുന്നു, ഇടയ്ക്കൊക്കെ ഉമ്മ വെക്കുന്നു. അതിര് കിടക്കുന്ന ചില സന്ദർഭങ്ങൾ ഞാൻ അവിടെ നോക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, വളരെ കുറവാണ്. അപ്പോൾ യാത്രക്കാരായ ഞാൻ ഇങ്ങനെ നോക്കുന്നത് കണ്ടുകൊണ്ട് അവർക്കെന്തോ ഒരു അരോചകമായതുകൊണ്ട് അവർ ആ സീറ്റിൽ നിന്ന് കുറച്ചുകൂടെ മാറി ഏറ്റവും പിന്നിലത്തെ സീറ്റിലേക്ക് ഒതുങ്ങി അങ്ങോട്ട് മാറിയിരുന്നു. അപ്പോൾ ഈ യാത്രക്കാരിയായിട്ടുള്ള ഇവർ ഇത്തരത്തിലുള്ള സംഗതികൾ അതിനകത്ത് അത് ഞാൻ നോക്കി. ആ കുട്ടിയെ അവൻ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ വലത് കൈ ആ കുട്ടിയുടെ ദേഹത്തേക്ക് ചേർന്നിരിക്കുകയും നെഞ്ചിലേക്ക് ചേർന്നിരിക്കുകയും
ചുരിദാറിൻ്റെ അകത്തു കൂടിയുള്ള ചില മ്ലേച്ഛമായിട്ടുള്ള ചില പ്രകടനങ്ങൾ, അല്ലെങ്കിൽ അവനത് അങ്ങനെ ചെയ്യുകയും ആ കുട്ടി അത് എൻജോയ് ചെയ്യുകയാണ്. പെൺകുട്ടികൾ എത്രയായാലും പഠിക്കില്ല. ഇവരൊക്കെ ഇതൊന്നും ഒരിക്കലും ശരിയായ സ്നേഹമോ ശരിയായ പ്രേമമോ ശരിയായ റൊമാൻസോ ഒന്നുമല്ല. ഇത് സെക്സ് സീക്കേഴ്സ് മാത്രമാണ് ഇവർ. ഇത്തരത്തിലുള്ള സംഗതികളായിട്ട് വന്നിട്ട് പെൺകുട്ടികളെ ഇങ്ങനെ വലയിൽ വീഴ്ത്തുക. ഇതൊക്കെയാണ് സ്നേഹം, ഇതൊക്കെയാണ് പ്രേമം, ഇതൊക്കെയാണ് ദിവ്യമായ അനുഭൂതി എന്ന് ധരിച്ചു വശമായിട്ട് ഇത്തരത്തിലുള്ളവരെ വശംവദരാകുകയും പിന്നീട് പല തലങ്ങളിലേക്ക് പോവുകയും അവരുടെ ജീവിതം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള രീതിയിലേക്കൊക്കെ മാറി മറിയുകയും പിന്നീട് കണ്ണുനീർ പൊഴിക്കുകയും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അത് പെൺകുട്ടികൾ എത്രയായാലും പഠിക്കുന്നില്ല. ഇതിനകത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ കുറ്റക്കാരാണ്. നമുക്ക് അവരെ രണ്ടുപേരെയും ആരെയും നമുക്ക് ചോദ്യം ചെയ്യാനും ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ സൗകര്യമാണ് എന്നാണ്. അതുകൊണ്ട് പബ്ലിക്കിന് ഒരു പരിധിവരെ അതിലേക്ക് കൈകടത്തുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ കണ്ടക്ടർക്ക് അല്ലെങ്കിൽ കണ്ടക്ടർക്ക് ഡ്രൈവറോട് ഇൻഫോം ചെയ്യാൻ, ഡ്രൈവർക്ക് കണ്ടക്ടർക്കും അവരോട് പറയും ഇത് പബ്ലിക്കുകൾ ഇതുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് മാന്യമായിരിക്കാം, മാന്യമായി സംസാരിക്കാൻ, ചേർന്നിരിക്കാം, കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കാം. അതിനൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. എനിക്കറിയില്ല നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി എത്രമാത്രം ഇതിന് എത്രമാത്രമാണ് ഇതിനെ എന്താ പറയുക ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടോ വെച്ചിട്ടില്ല എന്ന് എനിക്കറിയില്ല. ഇത് പബ്ലിക് ന്യൂസൻസ് ആണോ എന്ന് കൂടി എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മൂവാറ്റുപുഴയിൽ എൻറോൾ ചെയ്യുന്ന എൻ്റെ സ്നേഹിതയായിട്ടുള്ള അഡ്വക്കേറ്റ് മിനി ജയപ്രകാശിനെ ഞാൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കുകയാണ് ചെയ്യുക. ഞാൻ വിളിച്ചു ചോദിച്ചു, അഡ്വക്കേറ്റ് ഇങ്ങനെ പോലെ ഒരു കാര്യമുണ്ട്, ഇതുപോലെ പബ്ലിക് ന്യൂസൻസ് കാണുമ്പോൾ അത് പബ്ലിക് ന്യൂസൻസ് ആണോ, ഇത് നിയമവിരുദ്ധമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു തീർച്ചയായിട്ടും അതെ, നമ്മൾ പക്ഷേ ഒരു കൺസെൻറ്റോട് കൂടിയിട്ട് ഒരു റൂമിൽ പോയിരുന്ന് സെക്സ് ചെയ്യുക അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയല്ല നമ്മളൊരു പബ്ലിക്കായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രീതിയിൽ അതിൽ സമപ്രായക്കാരായ കുട്ടികളുണ്ടാകും, കുഞ്ഞു കുട്ടികളുണ്ടായിരിക്കാം, മുതിർന്നവരുണ്ടായിരിക്കാം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർച്ചയായിട്ടും പബ്ലിക് ന്യൂസൻസ് ആണ്. അതിന് വകുപ്പുകളുണ്ട്, അത് നിയമവിരുദ്ധമാണ്. അതിന് തടയുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ KSRTCയിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണ്. കണ്ടക്ടറാണെങ്കിലും ഡ്രൈവറാണെങ്കിലും ഹ്യൂമോറിറ്റീസ് അവർ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ധൈര്യമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ചെയ്യുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തികളാണ് എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നത്. അവരുടെ ആ ചേഷ്ടകൾ വളരെയേറെ കൂടുതലായപ്പോഴേക്കും നമ്മുടെ കണ്ടക്ടർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചത് സ്ത്രീയാണ്. അവർക്ക് ഇത് കണ്ടിട്ട് അവർക്ക് തന്നെ വളരെയേറെ മോശമായ രീതിയിലായിട്ട് അവരെന്ത് ചോദിച്ചാൽ അവരോടൊന്ന് പറഞ്ഞിട്ട് ഇവരെന്താണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അവരെ തന്നെ നോക്കി അവരുടെ ആ ചേഷ്ടകളിലേക്ക് ഒരു കുതൂഹലത്തോടെ കൗതുകത്തോടെ എന്ന വണ്ണം അറപ്പോടുകൂടിയിട്ടും വെറുപ്പോടുകൂടിയിട്ടും അവരെ നോക്കുവാനായിട്ട് തയ്യാറായി. ഞാനും ആ സൈഡിൽ നിന്നിട്ട് അവരെ അത്തരത്തിലുള്ള രീതിയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ രണ്ടുപേരും നോക്കിയിട്ട് തന്നെയാണ് അവർക്ക്. എന്നിട്ട് കൂടി അവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ലജ്ജ എന്ന് പറഞ്ഞ സംഗതികൾ യാതൊന്നുമില്ല. അവരുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഈ നോട്ടം കൊണ്ടുള്ള വേണമെങ്കിൽ ആ കണ്ടക്ടർക്ക് ഓൺ ദ സ്പോട്ടിൽ ഇവിടെ പാടില്ല, നിങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് വേണം പറയാം. പക്ഷേ എനിക്കറിയില്ല അത് സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം. പുരുഷനാണെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപൊരു സ്ഥലത്ത് ഇതുപോലെ തന്നെ KSRTC ബസ്സിൽ ഒരു സംഗതി കണ്ടിരുന്നു. ഒരു കൗമാരപ്രായമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മടിയില ഒരു കൗമാരക്കാരിയായ പെൺകുട്ടി, കൗമാരക്കാരിയല്ല, ഒരു 17 വയസ്സ് കാണും, അവൻ്റെ മടിയിലേക്ക് കയറുന്ന അവൻ്റെ മുഖത്തേക്ക് മുഖം നോക്കി കൈകൾ അവൻ്റെ പിന്നിലേക്ക് ഇട്ടിട്ട് അവനെ പരസ്യമായ KSRTC ബസ്സിൽ വെച്ച് ചുംബിക്കുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ബസ്സിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു, തിരക്കുള്ള ബസ്സായിരുന്നു. എന്നിട്ടും ആ ബസ്സിലുള്ള ഒരു യാത്രക്കാരോ ഞാനടക്കമുള്ള ആരും അതുപോലെ തന്നെ കണ്ടക്ടറും ഒന്നും പ്രതികരിക്കുകയുണ്ടായില്ല. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് KSRTC ബസ്സിൽ അലൗഡ് ആണോ? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ KSRTC ബസ്സിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ കണ്ടക്ടർ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അവരെ ഇത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള പബ്ലിക് ന്യൂസൻസ് പാടില്ല എന്ന് അവർക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ KSRTCയിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള റൊമാൻസ് ചെയ്യാനുള്ള തിരക്കൊഴിഞ്ഞ ബസ്സുകൾ അല്ലെങ്കിൽ തിരക്കൊഴിഞ്ഞ് പീക്ക് ടൈമുകളിലുള്ള ബസ്സുകളിലൊക്കെ കയറിയിട്ട് ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരത്തിൽ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്താണെങ്കിലും ഞാൻ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ 79-17 കണ്ടക്ടർ അത്തരത്തിൽ നോക്കിയും അവർ വളരെയേറെ അവരുടെ നോട്ടത്തിൽ നിന്ന് ദഹിപ്പിക്കുന്ന നോട്ടമാണ്. നീയൊക്കെ എന്താണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്, നിനക്ക് ലജ്ജയില്ലേടാ, നിനക്ക് ആ രീതിയിൽ വളരെ ക്രോധത്തോടു കൂടി നോക്കിയതിൻ്റെ പരിണിത ഫലമായിട്ട് വൈക്കത്തേക്ക് ടിക്കറ്റ് എടുത്ത കമിതാക്കൾ ഇടയ്ക്ക് വന്നപ്പോഴേക്കും ഇലഞ്ഞി ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അവിടെ ആരുമില്ല, വിജനമായ ബസ് സ്റ്റാൻഡ്, വെറുതെ ഇരിക്കുന്ന എന്താ പറയുക വെയിറ്റിംഗ് ഷെഡ്. വളരെ നന്നായിട്ട് അവിടെ അവർക്ക് എൻജോയ് ചെയ്യാമെന്ന് തോന്നിയതുകൊണ്ടും രണ്ടാമത്തെ കാര്യം ഞാൻ നോക്കിയതുകൊണ്ടും അതിലുപരിയായിട്ട് ആ സ്ത്രീ കണ്ടക്ടർ അവരെ വളരെയേറെ അരച്ച് കലക്കി കുടിക്കുന്ന ദേഷ്യപൂർവ്വമുള്ള നോട്ടം കൊണ്ട് അവരെ പ്രഹരിച്ചത് കൊണ്ടും അവരവിടെ ഇറങ്ങി ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ കോർണറുകളിലേക്ക് മാറി പോവുകയാണ് ചെയ്തത്.
അപ്പോൾ ആ കണ്ടക്ടർ എന്നോട് പറഞ്ഞു, സാറേ ഇത് ഇവർ കാണിക്കുന്നത് കണ്ടില്ല, അവിടെ ഞാൻ ഇവരെ കുറേ നേരമായിട്ട് ഇവരെ ശ്രദ്ധിക്കുകയാണ്, ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്കും മകളുള്ളതാണ്, 20 വയസ്സുള്ള പെൺകുട്ടിയുള്ളതാണ്. ഇവനൊക്കെ നാണവും മാനമില്ല, ഇവൻ്റെ വീട്ടിലേക്ക് അമ്മയും അച്ഛനും ഒന്നുമില്ല, വീട്ടിൽ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. എവിടെ പോകുന്നു മക്കൾ, എവിടെ പോകുന്നു, സ്കൂളിൽ പോവുകയാണോ, കോളേജിൽ പോവുകയാണോ, അല്ലെങ്കിൽ ഇതുതരത്തിലുള്ള വിക്രിയകളും വേണ്ടാതീനവും കാണിക്കാനാണ് ഇവരൊക്കെ ഈ ബസ്സിൽ കയറി വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അവർ വളരെ രോഷാകുലമായി സംസാരിക്കുകയുണ്ടായി. എന്തു തന്നെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നോട്ടത്തിലൂടെയാണെങ്കിലും ഭയപ്പെടുത്തി അവരെ ആ ബസ്സിൽ നിന്ന് ഇറക്കി പുറത്തു വിടാനുള്ള ചങ്കൂറ്റവും അത്തരത്തിലുള്ള ഒരു മനോഭാവം കാണിച്ച ആ കണ്ടക്ടർക്ക് തീർച്ചയായിട്ടും എൻ്റെ ഒരു നിസ്സീമമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കാൻ. കാരണം അറ്റ്ലീസ്റ്റ് അവർക്ക് അത്രയെങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചു. വിഷയം ഇതില്ല. എൻ്റെ പ്രശ്നം ഇത് നമ്മുടെ കെ വി ഗണേഷ് കുമാർ എന്ന നമ്മുടെ KSRTCയിലെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ഞാൻ ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള ന്യൂസൻസ് ബസ്സുകളുടെ ഉള്ളിലിരുന്നിട്ട് മുതിർന്നവരാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും കൗമാരക്കാരാണെങ്കിലും യുവതികളും യുവാക്കളുമാണെങ്കിലും ഇത്തരത്തിലുള്ള മറ്റുള്ളവർക്ക് അരോചകമുണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വികാര പ്രകടനങ്ങളും ചേഷ്ടകളും അത്തരത്തിലുള്ള നോൺസെൻസ് പ്രവർത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ കണ്ടക്ടർ ചെയ്യേണ്ടത്? കണ്ടക്ടർക്കാണല്ലോ ആ ബസ്സിൻ്റെ കംപ്ലീറ്റ് ഉള്ള ഉത്തരവാദിത്വം. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അവരെ ബസ്സിൽ നിന്ന് ഇറക്കി വിടാനുള്ള സംവിധാനമുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് അതുകൊണ്ടുള്ള ഓർഡിനൻസ് ഇറക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്കുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല? ഇങ്ങനെയുള്ള സംഭവിച്ചത് കഴിഞ്ഞാൽ ഇത് അവർ മാത്രമല്ല ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്, പ്രായമായ ആളുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഭാഗത്തുള്ള ആളുകളുണ്ട്, കന്യാസ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട്, സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചിലപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവരുടെ സുബോധത്തോടു കൂടി പോലും ആയിരിക്കത്തില്ല. കാമുകൻ മദ്യപിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാമുകയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും മയക്കുമരുന്ന്, അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഓപ്പണായിട്ട് ഒരു ബസ്സിൽ നിന്ന് കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക, സ്വകാര്യ ഭാഗങ്ങളിൽ ഒരു ലജ്ജയുമില്ലാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അത് അരോചകമുണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. ഇതിനെതിരെ നിയമമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അഡ്വക്കേറ്റ് മിനി ജയപ്രകാശിനെ വിളിച്ച് ചോദിച്ചത്, മേഡം ഇത്തരത്തിലുള്ള ഇത് പബ്ലിക് ന്യൂസൻസ് അല്ലേ എന്ന് ചോദിച്ചത്. കാരണം എനിക്ക് സംശയമായിരുന്നു. ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ധാരാളം തവണ ഞാനിത് KSRTC ബസ്സുകൾ, എസ്പെഷ്യലി KSRTC ബസ്സുകളിൽ മാത്രമാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ബസ്സുകളിൽ എങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അല്ലെ കണ്ടക്ടർ അല്ലെങ്കിൽ മറ്റുള്ളവരെ തീർച്ചയായിട്ടും ആ കണ്ടക്ടർ ഇടപെടും, അവർ നോക്കും, അവരെ ഇറക്കി വിടും, അത്തരത്തിൽ അവർ പ്രതികരിക്കുന്നത്. അവർ പ്രതികരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ പ്രൈവറ്റ് ബസ്സുകളിൽ ഉണ്ടാകുക വളരെ വിരളമാണ്. ട്രെയിനുകളിൽ നമ്മൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ട്രെയിനിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു വശമാണ്. പക്ഷേ നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ പൊതുജനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു യാത്രാ മാധ്യമമാണ്, യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ KSRTC. ദയവ് ചെയ്തിട്ട് ശ്രീ ഗണേഷ് കുമാറിലേക്ക് ഈ വീഡിയോ എത്തുമെന്നും അദ്ദേഹത്തിന് ഇതിനു വേണ്ടിയിട്ടുള്ള വേണ്ട നടപടിക്രമങ്ങൾ സത്വരമായിട്ട് സ്വീകരിക്കുമെന്നും, അത്തരത്തിൽ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഈ ബസ്സുകളിലിരുന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള രീതികൾ കണ്ടു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയോ അതുകൂടാതെ തന്നെ ആ ബസ്സിൽ ഉള്ള ഉത്തരവാദപ്പെട്ടവരെ കണ്ടക്ടറോ ഡ്രൈവറോ ഹോം അതോറിറ്റീസ് അവർ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഇവരെ വിലക്കുകയും അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് അവരെ പുറത്താക്കുകയോ ചെയ്യാനുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള വിനീതമായ അപേക്ഷയുണ്ട്. കാരണം ഇത് എൻ്റെ മാത്രം ആവശ്യമല്ല. ധാരാളം ആളുകൾ, എന്നെപ്പോലെയുള്ള ധാരാളം ആളുകൾ ഇത് കണ്ട് ആസ്വദിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് എന്നുള്ള വസ്തുത ഞാൻ നിരാകരിക്കുന്നില്ല. അത്തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് സ്പഷ്ടവും വ്യക്തവുമായ സത്യവുമാണ്. അതും ഞാൻ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ അതിലുപരിയായിട്ട് നമുക്ക് നമ്മുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്കത് അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന് അങ്ങയുടെ സത്വരമായ ഒരു നടപടി ഉണ്ടാകുമെന്നും അതിനുള്ള ആ രീതിയിലേക്കുള്ള ഒരു നടപടിക്രമം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ആയിട്ടുണ്ടാകും. അത് ഇത്തരത്തിൽ ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ പാടില്ലയോ, അല്ലെങ്കിൽ അങ്ങയുടെ അറിവോട് കൂടിയിട്ടാണോ അങ്ങ് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത് എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതിലുപരിയായിട്ട് സ്നേഹത്തിനും പ്രേമത്തിനും അല്ലെന്നുണ്ടെങ്കിൽ റൊമാൻസിനും ഒന്നും എതിരല്ല ആരും. അതൊക്കെ ദിവ്യമായ വികാരമാണ്, തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. നമുക്ക് ചില സമയങ്ങളിൽ യാത്രാവേളകളിലൊക്കെ ദൂരമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും കാമുകന്മാരാണെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കുക, ഒന്ന് കാറ്റേറ്റിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം കൈകളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിക്കുക, അത്രയുമൊക്കെ നമുക്കാകാം. അത് ശരിയായിട്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു നല്ല നല്ല ചില വികാരങ്ങളുടെ പ്രതിപ്രകടനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ലൈംഗിക
ചേഷ്ടകൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി എങ്ങനെയാണ്, നമ്മുടെ സംസ്കാരം അതിനെ അല്ല അനുവദിക്കുന്നത്. ഇവർ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ വളരെ ഡീസൻ്റ് ആയിട്ടാണ് ഒരു പുരുഷനും സ്ത്രീയും ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ ഒരു ലിപ് ലോക്ക് കിസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരിക്കലും അതിനകത്തൊരു വൃത്തികേട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഇതുപോലത്തെയുള്ള വൃത്തികെട്ട പരിപാടികളൊന്നും ഒരിക്കലും ഒരു ലോകത്തുള്ള ഒരു വിദേശ രാജ്യങ്ങളിൽ, ഞാൻ 10 വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള ആളാണ്, ഒരു വിദേശ രാജ്യങ്ങളിൽ ഇത്രമാത്രം വൃത്തികെട്ട രീതിയിലുള്ള പ്രവണതകളോ പ്രവർത്തനങ്ങളോ നമുക്ക് എങ്ങും കാണാനായിട്ട് സാധിക്കുകയില്ല. മലയാളികൾ ഇത്രമാത്രം അധപ്പതിച്ചു പോയല്ലോ എന്നോർത്ത്, മലയാളികളുടെ കുഞ്ഞുങ്ങൾ ഇത്രമാത്രം അധപ്പതിച്ചു പോയല്ലോ എന്നുള്ള വേദനയോട് കൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു. നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിൽ എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം, താങ്ക് യു.